കിതാബല്ലാഹി വസുന്നത റസൂലിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് തരത്തിലാണ് നമുക്ക് അവസാന ഉപദേശം തന്നത്. 3 വിഷയങ്ങളാണ് ഇതിൽ പരാമർശിച്ചത്. ഒന്ന്, ഗദീറുസം എന്ന് പറയുന്ന ശിഅവിശ്വാസികളൊക്കെ ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ എന്ന അവസാനത്തെ ഫേവൽ പിൽഗ്രിമേജ്, ഹബീബിന്റെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഹം എന്ന് പറയുന്ന പ്രദേശത്തൊരു കിണറുണ്ട്. ആ കിണറിന്റെ അരികിൽ ഹബീബായ നബിതങ്ങളും സ്വഹാബികളും ഇരിക്കുമ്പോ അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടണമെന്നില്ല, ഇനി ഒരിക്കലൊരു കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, തറക്തു ഫീകും അംറൈൻ, 2 വിഷയങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നുകൊണ്ടാണ് ഞാൻ ലോകത്തോട് യാത്ര പറയുന്നത്. 2 വിഷയം നിങ്ങളുടെ കൈകളിലുണ്ട്. മാ തമസ്സക്തും ബിഹിമാ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു തആല യാതൊരു പ്രയാസമോ പരാജയമോ വരുത്തുകയില്ല. വിജയമല്ലാതെ നിങ്ങൾ വഴിപഴച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. 2 വിഷയങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞത്. കിതാബല്ലാഹി വഇസ്റതി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് എന്റെ കുടുംബമാണ്, എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ സയ്യിദന്മാർ, എന്റെ തങ്ങന്മാർ, എന്റെ കുടുംബ പരമ്പരയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ കടന്നു വരുന്ന മക്കളെ, ഈ സമൂഹത്തിൽ എന്റെ ചോര ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സയ്യിദന്മാർ, തങ്ങന്മാർ, ആ സയ്യിദന്മാരെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, ഈ 2 നേതൃത്വം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾക്ക് പിഴവുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പ്രയോഗം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും അവന്റെ ദൂതനായ എന്റെ സുന്നത്തും നിങ്ങളുടെ കൈകളിൽ ഞാൻ തരുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയമില്ല. 2 ഹദീസും കൂടെ നോക്കിയാൽ 3 കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ ഖുർആനും ഹബീബിന്റെ സുന്നത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത്, അവിടുത്തെ കുടുംബം, ഈ 3 മുറുകെ പിടിക്കേണ്ടവരാണ് നമ്മൾ. സയ്യിദന്മാർ ഈ സമൂഹത്തിന് അല്ലാഹു നൽകുന്ന തണലല്ലയോ, അഷ്റഫുൽ ഖൽഖിന്റെ ചോരയല്ലയോ അവിടെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ, ഫാത്തിമ ബീവി ഹബീബിന്റെ മക്കളിൽ പെൺകുട്ടിയാണ്, പക്ഷേ നമ്മുടെ പെൺമക്കളെ പോലെയല്ല. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ ഹബീബിന്റെ ആൺമക്കളിലൂടെ ജനിക്കുന്ന പോലെ ഹബീബിന്റെ ചോരയാണെന്നും ആ പരമ്പര ഹബീബിന്റെ പരമ്പരയാണെന്നും നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെൺകുട്ടികൾ ജനിക്കുന്ന മക്കൾ അവരുടെ ഭർത്താക്കന്മാരിലേക്കാണ് ചേർത്തി പറയുന്നതെങ്കിൽ എന്റെ മക്കൾ അങ്ങനെയല്ല, ഇവരെന്റെ അഹ്ലു ബൈത്താണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഗദീർ ഹം എന്ന് പറയുന്ന ഹമ്മിലെ ആ കുളത്തിന്റെ അരികത്ത്, ആ പ്രവിശാലമായ ഒരു കുളമുണ്ടാകിരുന്നവിടെ, അല്ലെങ്കിൽ ഒരു വിശാലതയുള്ള കിണർ, അതിന്റെ അരികത്ത് വെച്ച് പുതപ്പിട്ട് മൂടിയിട്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇവരാണ് എന്റെ അഹ്ലു ബൈത്ത്, ഇവരെന്റെ അഹ്ലു ബൈത്താണ്, ഇവരെ മുറുകെ പിടിച്ചോളൂ. അല്ലാഹു സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ കീഴിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. സയ്യിദന്മാർ തന്നെ ആ ഒരു നേതൃത്വത്തിന് പകരം വെക്കാനൊന്നുമില്ല, അതിന് പകരം വെക്കാനൊന്നുമില്ല.